അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവേ, ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവേ, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയോടെ മാധ്യസ്ഥേൽപ്പിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകരെ, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ, കോളേജിൽ പോകുന്നവരെ, അവിടെ എല്ലാം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവതിരുസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ
ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ നിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്താവ് ഏറ്റെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം നിന്നെ മാറ്റുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷയിൽ നീക്കുവാമേ. ലൂക്കായുടെ സുവിശേഷം 11:23. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, പരപിതാവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത്, നിങ്ങൾക്ക് ജോലി വേണം, വീട് വേണം, വിവാഹം കഴിക്കണം, കുഞ്ഞുങ്ങളെ വേണം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാം, വാഹനം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. വലിയ സന്തോഷമുള്ള വചനമാണ്. ലൂക്ക 12:30. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. ഞാനിപ്പോ പിതാവിനെ കുറിച്ചല്ല എപ്പോഴും സംസാരിക്കണത്. പിതാവിൻ്റെ ഒരു നിലപാട് എന്താണ്? വീട്, ജോലി, വിവാഹം, ഉന്നത വിദ്യാഭ്യാസം, ഡോക്ടറേറ്റ്, PhD, അതുപോലെ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അതാണ് വിഷയം. അപ്പം ദൈവത്തിലായിരിക്കുന്നതിന് എന്തും ആഗ്രഹിക്കാം. പക്ഷെ ഒരു നിലപാടെന്ന് പറയണത്, ഈ ആഗ്രഹിക്കുമ്പോൾ എന്താ സംഭവം? പ്രയോറിറ്റി എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. അതായത് നമ്മൾക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകുകയില്ലേ? നമ്മൾ ഈ ആഴ്ച കണ്ടില്ലേ? അപ്പോൾ ഈ സമസ്തവും നമുക്ക് നൽകുന്നതിന് ദൈവം തയ്യാറാണ്. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ കൂടെയാണ് അത് ചോദിക്കേണ്ടത്. പലർക്കും വരുന്നൊരു വിഷയം അതാണ്. അപ്പം ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് ആ സമസ്തവും കൊണ്ട് ആർമാദിച്ച് അവസാനം അർത്ഥശൂന്യമായി ചത്ത് മണ്ണ് മറയുന്ന ഒരു വിഡ്ഢിത്തരമാണ് പൊതുവെ ആൾക്കാരെ അവലംബിച്ച് വരണത്. ആ ട്രാക്കിൽ നിന്നൊന്ന് മാറി കർത്താവിൻ്റെ വെളിപാടിൻ്റെ വചനത്തിൻ്റെ വഴികളിലൂടെ മുന്നേറാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഏഞ്ചൽ മരിയ സെബാസ്റ്റ്യൻ. എൻ്റെ വീട് ഇവിടെ മുഹമ്മയിലാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ കൃപാസനം മാതാവിനെ പറ്റി കൂടുതൽ അറിയുന്നതും ആ പ്രാർത്ഥനയിലും തീക്ഷ്ണതയിലും കൂടുതൽ വളരുവാനായിട്ട് ആഗ്രഹിച്ചതൊക്കെ ആ ഒരു സമയത്താണ്. എൻ്റെ അമ്മയും അമ്മച്ചിയും ഒക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അങ്ങനെ എനിക്കറിയാം. പിന്നെ പ്രധാനമായിട്ടും ഞാൻ നഴ്സിങ്ങിന് പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരത്തി, അവൾ എനിക്ക് വന്ന് പത്രം തരുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലെ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചത് വഴിയായിട്ടാണ് അമ്മയുടെ ഒരുപാട് അത്ഭുത കാര്യങ്ങളും എല്ലാം അറിയുകയും അതിലേക്ക് കൂടുതൽ ഞാൻ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതും അവൾ വഴിയായിട്ടാണ്. അപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, നഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത്. എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അവളാണെങ്കിലും അവളുടെ തൈലവും കാശ്രൂപവും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ തരും. അങ്ങനെയൊക്കെ ആയിരുന്നു പഠിക്കുന്ന സമയത്ത്. എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഫസ്റ്റ് ഇയർ ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് എന്നെക്കൊണ്ടെല്ലാം പറ്റും, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ, ഇതൊക്കെ എന്നൊക്കെ ഒരു ഇതിലാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി, ഇത് എന്നെക്കൊണ്ട് തന്നെ നടക്കുന്ന പരിപാടിയൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തൊട്ട് ഞാൻ മാതാവിനെ കൂടെ കൂട്ടി. അതിനെന്നെ സഹായിച്ചത് എൻ്റെ കൂട്ടുകാരിയുമാണ്. എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ 5:30 നമ്മുടെ ദിവസം തുടങ്ങുന്നത്. അത് കഴിയുമ്പോൾ കുർബാനയ്ക്ക് കൂടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും. പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അവൾ ഞങ്ങളുടെ എല്ലാവരുടെയും നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ച് തരും. മാതാവിൻ്റെ വെഞ്ചരിച്ച തേന് ഞങ്ങൾ ഉപയോഗിക്കും. എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നുകൊണ്ടിരുന്നത്.
അങ്ങനെ ഞങ്ങളെല്ലാവരും 40 പേരാണ് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ കോളേജിൽ ഇതുവരെ 40 പേര് മൊത്തത്തോടെ ഫൈനൽ എക്സാം പാസ്സായിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ബാച്ചിലെ എല്ലാവരെയും ഒരുമിച്ച് പാസ് ഔട്ടാക്കി വിടണേ എന്നുള്ളതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മെയിൻ എക്സാമിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഉടമ്പടി എടുത്തിട്ടുള്ള കൂട്ടുകാർ അവരുടെ തൈലം ഉണ്ടല്ലോ, അപ്പോൾ അവർ രണ്ടുപേരിങ്ങനെ തൈലം പിടിച്ച് നിൽക്കും. നമ്മളെല്ലാവരും ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് വന്ന് അവരെല്ലാവരും നമ്മുടെ നെറ്റിൽ കുരിശ് വരച്ച് നമ്മുടെ വലത്തെ കൈൻ്റെ പത്തിയിലും കുരിശൊക്കെ വരച്ച് തന്നിട്ടാണ് നമ്മൾ എക്സാമിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്, യൂണിവേഴ്സിറ്റി എക്സാമിന്. അവസാനം റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും ഭയങ്കര അത്ഭുതമായിരുന്നു. ഞങ്ങൾ 40 പേര് ഒരുമിച്ച് BSc നഴ്സിംഗ് 4th ഇയർ നമ്മൾ പാസ്സായി. അന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണേലും ഉടമ്പടി എടുത്ത് നമ്മളിവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 2024 ഞങ്ങൾ പാസ് ഔട്ടായത്. ഇന്ന് ഞാനിപ്പോൾ മാതാവിൻ്റെ ആൾത്താരയിൽ അത് എല്ലാവരുടെ മുന്നിൽ പറയുകയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ ഈ നിമിഷം വരെ നടക്കുന്നത് എല്ലാം അത്ഭുതമാണ്, വലിയ ബ്ലെസ്സിങ്സ് ആണ് എൻ്റെ ലൈഫിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. നഴ്സിംഗ് കഴിഞ്ഞ് പാസ് ഔട്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇനി എന്നാ ചെയ്യണ്ടേ, ജോലിക്ക് കയറണോ അതോ ഇനി എന്തെങ്കിലും പഠിക്കണോ, അങ്ങനെ കുറേ ആലോചിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ വേറൊരു കൂട്ടുകാരി വരെയായിട്ട് അവൾ എന്നോട് പറഞ്ഞു, നമുക്കെന്നാ OET പഠിക്കാൻ പോവാം, പഠിത്തത്തിൻ്റെ ആ ഒരു ടച്ച് വിടുന്നതിന് മുന്നേ നമുക്ക് OET അങ്ങ് ക്ലിയർ ചെയ്താലോ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ OET പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. 3 മാസത്തെ കോഴ്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് OETയുടെ എക്സാമിന് നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വേണം. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ മെയിനായിട്ടുള്ള ഐഡികളൊന്നുമില്ല. എന്ന് വെച്ചാൽ എൻ്റെ ആധാർ കാർഡിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എനിക്ക് ലൈസൻസ് ഇല്ല, എൻ്റെ ഇലക്ഷൻ ID കാർഡിന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള IDs ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിനെല്ലാത്തിനും ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടു. ആധാറിൻ്റെ കറക്ഷൻ അപ്ലൈ ചെയ്തിട്ടു, ID കാർഡിന് അപ്ലൈ ചെയ്തിട്ടു, പക്ഷെ ഒന്നും അങ്ങ് കയ്യിലോട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്പോർട്ട് ഓഫീസിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ പോയി. ഞാനിങ്ങനെ പോകുന്ന വഴി 11:30-ക്കാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഞാൻ കാറിലിരിക്കുന്ന വഴി ഞാനിങ്ങനെ ജസ്റ്റ് ഫോൺ നോക്കിയപ്പോഴത്തേനും എൻ്റെ ആധാർ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്, ആധാറിലെ കറക്ഷൻ ശരിയായി വന്നിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ചെന്ന് പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നടത്തി. അപ്പോഴും എനിക്ക് ഒരു ID പ്രൂഫിന് കുറവുണ്ട്. അതെന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ എല്ലാ ഡോക്യുമെൻസിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിസ്റ്റേക്സാണ്, സ്പെല്ലിങ് മിസ്റ്റേക്കാണ്. അപ്പോൾ എനിക്കതൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവരെന്നെ തിരിച്ചു വിട്ടു. അവരെന്നോട് പറഞ്ഞു, ബാങ്കിലെ പാസ്ബുക്ക് ട്രാൻസാക്ഷൻ എല്ലാം ക്ലിയർ ആക്കി അത് അപ്ഡേറ്റ് ആക്കിയിട്ട് നാളത്തേന് വരാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒരു ദിവസത്തേക്കിന് വേണ്ടിയിട്ട് പാസ്പോർട്ട് ഓഫീസിൽ വന്നേക്കുക. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം കൂടെ ലീവ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല, കാരണം എക്സാം ഒക്കെ അടുത്തിരിക്കുക OETയുടെ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുമെന്ന് ഭയങ്കര വിഷമിച്ചു. എന്നിട്ട് ഞാൻ ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് മുഹമ്മയ്ക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, എന്നാ ചെയ്യും, ഇങ്ങനെ നാളെയും കൂടി ഇനി പോകേണ്ടി വരും, അപ്പോഴും ശരിയാകുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ ബാങ്കിൽ പോയി അതിൻ്റെ കാര്യങ്ങൾ എന്നാന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് ഒരു 4-5 പാസ്ബുക്കോളം ഇട്ട് നമ്മളെ ട്രാൻസാക്ഷൻ അതെല്ലാം പതിപ്പിച്ചാണ് എൻ്റെ 2020 മുതൽ 2024 വരെയുള്ള എല്ലാ ട്രാൻസാക്ഷനും ഞാൻ പാസ്ബുക്കിൽ അങ്ങനെ കയറ്റി. അങ്ങനെ അതുമായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ലേറ്റായി. എപ്പോഴും എനിക്ക് ഭയങ്കര എന്നാ ഇനി ചെയ്യും, ഇനി പോകണോ, നാളെ ഇനി ക്ലാസ് പോകും എന്നൊക്കെ ഞാനിങ്ങനെ കുറേ വിഷമിച്ചിരിക്കുക. അപ്പോൾ അമ്മ എനിക്ക് ഉടമ്പടി കാശ് രൂപം തന്നു. അങ്ങനെ ഞാനത് കൈ പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്നാണേലും പോയി ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം, ഇനി അങ്ങനെ ശരിയായാലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിച്ച് ഞാൻ പിന്നെയും പാസ്പോർട്ട് ഓഫീസിൽ തന്നെ പോയി ഉച്ച കഴിഞ്ഞിട്ട്. ഞാനവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. അവരൊക്കെ ഇങ്ങനെ ആരോ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയ, ഭയങ്കര ചിരിച്ച് പ്ലസൻ്റായിട്ട് ആദ്യം അപ്പോയിൻമെൻറ്റ് സമയത്ത് ഓരോന്നേയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് തിരിച്ചു പോയ ഒരാളോട് ബിഹേവ് ചെയ്യുന്ന പോലെയല്ല. വന്നപ്പോഴത്തേനും ഭയങ്കര കാര്യമായിട്ട് അവരെന്നെ വെൽക്കം ചെയ്ത് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയർ ആക്കി തന്നു. അന്ന് തന്നെ പാസ്പോർട്ട് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റി. അത് അമ്മയുടെ ഉടമ്പടി കാശ് രൂപത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്. കാരണം നമ്മൾ മാനസികമായിട്ട് ചിന്തിക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സമയം കൊണ്ട് എൻ്റെ കയ്യിൽ അത് ചെയ്ത് തീർക്കാനുള്ള ഡോക്യുമെൻറ്റ്സോ പ്രൂഫോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അതൊക്കെ പക്ഷേ ആ ഒരു സമയപരിധിക്കുള്ളിൽ എല്ലാം ക്ലിയർ ആക്കി കിട്ടി. എനിക്ക് അന്നുകൊണ്ട് പാസ്പോർട്ടിൻ്റെ എല്ലാം അപ്ലൈ ചെയ്ത് ക്ലിയർ ആക്കി കിട്ടി. അങ്ങനെ ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കോയമ്പത്തൂരാണ് പോയത്. അവിടെ ചെന്ന് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേയും ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും കാശ് രൂപം കയ്യിൽ കൊണ്ടുപോകുകയും ചെയ്തിട്ടാണ് പോയത് എക്സാമിന്.
എക്സാം ഒക്കെ കഴിഞ്ഞു, തിരിച്ചിങ്ങോട്ട് ഇറങ്ങി. ഫ്രണ്ട്സ് ഒരു 10-14 പേരുണ്ടായിരുന്നു. എല്ലാവരും ഒക്കെ നമ്മൾ എക്സാം കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ എല്ലാവരും ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. കുറേ പേര് പറഞ്ഞു ഭയങ്കര ടഫായിരുന്നു, കുറേ പേര് പറഞ്ഞു എനിക്ക് ചില മൊഡ്യൂളിലൊക്കെ ഈസി ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്കിത് രണ്ടും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എളുപ്പമാണോ എന്ന് പറയണമെന്നും അറിയത്തില്ല, പാടാണോ എന്ന് പറയണമെന്നും അറിയത്തില്ല, എന്താ എഴുതിയേക്കുന്നത്, എന്നതാ സ്പീക്കിങ്ങിനൊക്കെ പറഞ്ഞതെന്ന് പോലും എനിക്കറിയത്തില്ല. ഭയങ്കര എന്തുവാ ടെൻഷനില്ല, പാസ്സാകുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനൊന്നുമില്ല. പക്ഷേ എളുപ്പമാണോ പാടാണോ എന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ എന്തോ ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഞാൻ അതിനെപ്പറ്റിയിട്ട് അങ്ങനെ ഭയങ്കര ബോധേഡായില്ല. കാരണം എൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടിക്കാശ് രൂപവും അമ്മയുടെ തൈലം കൊണ്ട് ഞാൻ നെറ്റിയിൽ കുരിശു വരച്ചിട്ടുമാണ് പോയേക്കുന്നത്. അപ്പോൾ പിന്നെ ബാക്കി അമ്മ നോക്കിക്കോളും എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതിൻ്റെ കാര്യമേ വിട്ടു. സെപ്റ്റംബർ 24-ാം തീയതി എൻ്റെ OETയുടെ റിസൾട്ട് വന്നപ്പോഴത്തേനും എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ OET ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അത് എൻ്റെ അടുത്ത സാക്ഷ്യമാണ്. പിന്നെ ഇങ്ങോട്ട് എനിക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയത്. അപ്പം അയർലൻഡിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ആ വഴി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ DLന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം എന്നേക്കാൾ ഞാൻ കഴിഞ്ഞിട്ട് DLന് അപ്ലൈ ചെയ്ത എൻ്റെ ഫ്രണ്ട്സിന് വരെ DL കിട്ടി. അപ്പോൾ എനിക്കങ്ങ് ടെൻഷനായി. അവർക്ക് കിട്ടിയതിൽ സന്തോഷം, പക്ഷേ എൻ്റെത് വരാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചെയ്തതിൽ എന്തായാലും ഇറർ വല്ലതും വന്നു കാണോ എന്ന് ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങി. അപ്പോൾ അത് ഓഗസ്റ്റ് 11 അപ്പോൾ ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ ഓഗസ്റ്റ് 15 അമ്മയുടെ സ്വർഗാരോപണത്തിന് മുന്നേ അല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്നെ അങ്ങ് ഹാപ്പി ആക്കണേ, അല്ലെങ്കിൽ അതിൽ മുന്നേ എൻ്റെ DL തന്ന് എന്നെയും കൂടെ അങ്ങ് ഹാപ്പി ആക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഓഗസ്റ്റ് 14-ാം തീയതി ആയപ്പോഴത്തേക്കിനും എനിക്കും മെയിൽ വന്നു, എൻ്റെ DL അപ്രൂവായി. അങ്ങനെ അതെൻ്റെ അടുത്ത സാക്ഷ്യമാണ്. പിന്നെ അതിനുശേഷം ഇൻ്റർവ്യൂ കിട്ടണമല്ലോ. എൻ്റെ ഒരുപാട് സീനിയേഴ്സ് OET ക്ലിയർ ചെയ്ത് DL അപ്രൂവായി എല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് ഇൻ്റർവ്യൂസ് കിട്ടുന്നില്ല. അങ്ങനെ പലരുടെയും ഇത് എക്സ്പയർ ആയിപ്പോയിട്ടുണ്ട്. OET ആണെങ്കിലും DL ആണെങ്കിലും. DLന് 1 ഇയർ വാലിഡിറ്റിയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എക്സ്പയർ ആയിപ്പോയ കുറേ സീനിയേഴ്സിനെ എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ദൈവമേ ഇനി അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചതെല്ലാം അങ്ങ് കയ്യിൽ നിന്ന് പോകത്തില്ല, ഇനി എന്നാ ചെയ്യുമെന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ എൻ്റെ അയർലൻഡിലുള്ള എൻ്റെ ഒരു ചേട്ടനും ചേച്ചിയും എൻ്റെ കസിൻസ് വഴിയായിട്ട് എനിക്കും ഒരു ഇൻ്റർവ്യൂ ശരിയായി. അത് മാതാവിൻ്റെ വലിയൊരു പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഓരോ ഡിസിഷൻ എടുക്കാനും ഓരോരുത്തർ മാതാവ് പറഞ്ഞു വിട്ട പോലെ ഓരോരുത്തർ എൻ്റെ ലൈഫിലേക്ക് വരുകയും കറക്റ്റായിട്ടുള്ളൊരു ഡയറക്ഷനിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയത്. ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ആ സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞാനൊരു 5 നൈറ്റൊക്കെ ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് എന്താ ചിന്തിക്കേണ്ടതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്കുള്ള ബോധം പോലും എനിക്കില്ല ആ സമയത്ത്. ഇൻ്റർവ്യൂ നമുക്കങ്ങ് നീട്ടി വെക്കാനും പറ്റത്തില്ല. എന്താണേലും ഞാനത് അറ്റൻഡ് ചെയ്യണം. അപ്പോഴും ഞാൻ ഇത് തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഞാനപ്പോൾ ഹോസ്റ്റലിലായിരുന്നു. എനിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാകത്തിനുള്ളൊരു അറ്റ്മോസ്ഫിയർ ആ ഹോസ്റ്റലിലില്ലായിരുന്നു. ഒച്ചപ്പാടും ബഹളവും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഇങ്ങനെ നിറഞ്ഞ് നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു അരമണിക്കൂർ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനോ പറ്റിയ ഒരു സാഹചര്യം എനിക്കില്ലായിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടും ഇല്ലായിരുന്നു. ജസ്റ്റ് എന്തൊക്കെയോ വായിച്ചു എന്നല്ലാണ്ട് ഒരു സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യത്തിന് എനിക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല. അപ്പോഴും ഞാൻ ചെയ്തത് ഇത് തന്നെ ഉള്ളൂ. മാതാവിൻ്റെ കാശ് രൂപം മുറുക്കെ പിടിച്ചുകൊണ്ടായിരുന്നേ. കയ്യിലിങ്ങനെ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ഒരു കയ്യിൽ കാശ് രൂപം കൊണ്ട് മുറുക്കെ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും തേൻ കഴിക്കുകയും ഒരു നുള്ളു ഉപ്പൊക്കെ എടുത്ത് വായിലിട്ട് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വഴി. കാരണം ഞാൻ നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ എന്നാണേലും എവിടെ എത്തത്തില്ല. അതിന് മാതാവ് ഈശോ എൻ്റെ കൂടെ ഉണ്ടായാലും മാത്രമേ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ല ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ ഒറ്റ ബലത്തിൽ ഞാൻ ആ ഇൻ്റർവ്യൂവിന് ഞാൻ ഇരുന്നത്. ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ കിട്ടുകയും ജോലിയുടെ കാര്യം ഏകദേശമൊക്കെ ഉറപ്പാകുകയും ചെയ്തു. അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് 2026 മാർച്ചിന് മുന്നേ ആയിട്ട് എന്നെ അയർലൻഡിൽ എത്തിക്കണേ. മാർച്ചിൽ എൻ്റെ ബർത്ത്ഡേയാണ്. അതാണ് അങ്ങനെ ആ ഒരു മന്ത് ഞാൻ ചൂസ് ചെയ്തത് അങ്ങനെയാണ്. മാർച്ചിന് മുന്നേ ആയിട്ട് എന്നെ ഒന്ന് അയർലൻഡിൽ എത്തിക്കണം, എനിക്ക് അവിടെ ഒരു ജോലി തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതെൻ്റെ പ്ലാനായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഈശോയുടെയും പ്ലാൻ കുറേ കൂടെ ബെറ്ററായിരുന്നു. എന്നെ ഈ മാസം തന്നെ അയർലൻഡിൽ ഞാൻ പോവാണ്. ഞാൻ ഈ വരുന്ന 12-ാം തീയതി ഫ്രൈഡേ ഞാൻ അയർലൻഡിൽ ജോബിന് വേണ്ടിയിട്ട് പോവാണ്. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. എല്ലാം ഈശോയുടെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെയും
ആ ഒരു ഭക്തിയുടെ ഒക്കെ ഭാഗമായിട്ട് മാത്രമാണ് എനിക്ക് ഇന്നിപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്കൊരു ജോലി കിട്ടുകയും ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഈശോയുടെയും വലിയ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന് ഞാൻ ഒരിക്കൽ കൂടി മാതാവിനോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പത്രം കൊടുക്കുക എന്ന് തന്നെയായിരുന്നു. കാരണം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആവശ്യമുള്ളവരെ ഒരുപാട് കണ്ടുമുട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് വേദനിക്കുന്നവരെയും നമുക്കറിയാലോ, ഇപ്പോൾ ഒരു അസുഖം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ മരുന്ന് കൊണ്ട് മാത്രമല്ല ഒരു മനുഷ്യനെ സുഖപ്പെടുത്താൻ സാധിക്കുന്നത്. ഇപ്പം നമ്മുടെ കുറച്ച് നല്ല വാക്കുകളായിരിക്കാം, നമ്മൾ ഷെയർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവർക്ക് ഭയങ്കര ഒരു അനുഭവമായിരിക്കും. അവർക്ക് അവരുടെ വിഷമങ്ങൾ കുറേയൊക്കെ മറക്കാനും ഒക്കെ നമ്മൾ കാരണം അവർക്ക് സാധിക്കും. അപ്പോൾ ഞാൻ കണ്ടുമുട്ടുന്നവർക്ക്, ഹോസ്പിറ്റലിൽ കാണുന്നവർക്കും, അതുപോലെ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ബസ്സിലും ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്നവർക്കൊക്കെ ആയിരുന്നു പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളെ ഇങ്ങനെ കളിയാക്കി വിടുന്ന പോലെ തോന്നും. വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട്, അവർ തിരിച്ചെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പം അമ്മയാണ് എന്നോട് പറഞ്ഞത്, നമ്മളിങ്ങനെ പത്രം കൊടുക്കുമ്പോഴത്തേനും അവർ തിരിച്ച് നമ്മളെ കളിയാക്കുകയോ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി ബ്ലെസ്സിങ് ആയിരിക്കും കിട്ടുന്നത്. അതിന് ഉറപ്പായിട്ടും ഒരു റിസൾട്ട് നമുക്ക് കിട്ടും, അതിനൊരു ആൻസർ ഉണ്ട് എന്ന് എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പിന്നെ അതൊരു പ്രശ്നമല്ലാണ്ടായി. കൊടുക്കുമ്പോഴത്തേനും തിരിച്ച് കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങ് സന്തോഷമായി പിന്നെ. കാരണം അതിനെന്താണേലും എനിക്കൊരു ആൻസർ കിട്ടും. നമ്മൾ ബൈബിളിൽ പറയുന്ന പോലെ ദൈവത്തെ പ്രതി നമ്മൾ പരിഹാസത്തിനും നിന്ദനങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. നമുക്ക് അവിടെ അനുഗ്രഹം ഉറപ്പാണ്. അപ്പം എന്നെ ഇവിടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഉടമ്പടി പത്രം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് മടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നാ വിചാരിക്കും എന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നൽ വല്ലതും ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമോ, ഉടമ്പടി പത്രം കൊടുക്കുന്നതുകൊണ്ടോ കൃപാസനം മാതാവിനെ ചൊല്ലിയോ നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുകയോ മറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും ബ്ലെസ്സിങ് കിട്ടും. നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് എപ്പോഴും കാര്യങ്ങൾ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഞാൻ അടുത്ത വർഷത്തേക്കിന് പോകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ മാതാവിൻ്റെ പദ്ധതി എന്നെ ഈ വർഷം തന്നെ കൊണ്ടുപോകാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ദൈവത്തിന്, മാതാവിന് നമ്മളെല്ലാവരെയും പറ്റിയിട്ട് നല്ലൊരു പദ്ധതിയുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും അപ്പുറമായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടും ഇരട്ടി ബ്ലെസ്സിങ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളത് സ്വീകരിക്കാൻ മാത്രം തയ്യാറായാൽ മതി. നമ്മൾ ക്ഷമയോടെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ ഉടമ്പടിയിലായിരിക്കുമ്പോഴത്തേനും ബൈബിൾ വായിക്കാനാണേലും ഒക്കെ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെക്കൊണ്ട് കറക്റ്റായിട്ടങ്ങ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ടൈം മാറ്റി വയ്ക്കുന്നുണ്ട്. 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാനും പേഴ്സണൽ പ്രെയറിനാണേലും ദിവസവും നമ്മുടെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നതിനാണേലും എല്ലാ ദിവസവും വിഷ്ണു കുർബാനയ്ക്ക് പോകാനാണേലും എല്ലാത്തിനും ഇപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് എനിക്കുണ്ട്. അപ്പം ഇതെല്ലാം മാതാവ് തന്നൊരു ബ്ലെസ്സിങ്ങാണ്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. നാമത്തിന് സ്തുതി. പരിശുദ്ധ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് പൗർണമി, ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൻ അർജുൻ, മകള് വൈഗ. എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഞാൻ 1 വർഷത്തോളമായി ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. എനിക്ക് എൻ്റെ കുടലിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ചെറിയ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൃപാസനത്തിലെ കുറച്ച് സാക്ഷ്യങ്ങൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായ വിഷമത്തിലിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാനിത് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനതിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ പിന്നീട് ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കെൻ്റെ അസുഖം പൂർണ്ണമായും മാറിക്കിട്ടി. ആ സമയത്ത് എൻ്റെ മകൻ SSLC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നു. അവന് ഫുൾ A+ കിട്ടണം എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു നിയോഗമായി അതിൽ ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ എക്സാമിന് പോകുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മകന് ഫുൾ A+ നൽകി അനുഗ്രഹിക്കണമേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം അന്നെനിക്ക് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാതാവിനോട് നേരിട്ടങ്ങ് പ്രാർത്ഥിക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു. എൻ്റെ മോന് ഫുൾ A+ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു.
അതിനുശേഷം ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട്, ഞങ്ങൾ 2 പെൺമക്കളായിരുന്നു, വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി, 2 പേരെയും വിവാഹം ചെയ്ത് കൊടുത്തു. അപ്പോൾ അച്ഛനൊരു സപ്പോർട്ട് കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് എനിക്കും എൻ്റെ അനുജതിക്കും ഒരു ഗവൺമെൻറ് ജോലി, അത് ഞങ്ങളുടെ 2 പേരുടെയും സ്വപ്നമായിരുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഇത് പറയാമെന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുന്ന കാര്യം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് സമ്മതിച്ചു. എന്നെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ടുവന്നു. കഴിഞ്ഞ 2025 ജൂലൈ 24-ാം തീയതി ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തതിന് ശേഷം ഞാൻ PSC റിസൾട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാൻ ഒരുപാട് വർഷമായിട്ട് PSC ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്. അങ്ങനെ ലിസ്റ്റുകളിൽ വന്നിട്ടില്ല, അതിനെനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് പ്രയത്നിച്ചു അതിനു വേണ്ടിയിട്ട്, പക്ഷേ കഴിഞ്ഞില്ല. പക്ഷേ ഉടമ്പടി എടുത്തു. സമയ ചുരുക്കത്തിൻ്റെ മാതാവെന്ന് പറയുന്നത് വെറുതെ അല്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ജോലിയാണ് ഒരു ടീച്ചർ ആവുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു UP സ്കൂൾ ടെസ്റ്റ് എഴുതിയിരുന്നു. അതിൽ എനിക്ക് റിസൾട്ട് വന്നു, ലിസ്റ്റിൽ ഞാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എനിക്ക് അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം മാതാവ് തീർത്ത് തന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി, അതിൽ പാസ്സായി. അതിനുശേഷം എനിക്ക് ഈ കഴിഞ്ഞ നവംബർ 25-ാം തീയതി എനിക്ക് അഡ്വൈസ് ലഭിച്ചു. പക്ഷേ ആ അഡ്വൈസ് ലഭിക്കുന്നതിലൊരു മിറാക്കിള്, 21-ാം തീയതി എനിക്ക് അഡ്വൈസ് വന്നു. അത് സൈറ്റിലാണ് വന്നത്, എൻ്റെ PSC പ്രൊഫൈലിലാണ് വന്നത്. ഞാനത് അറിഞ്ഞില്ല. 24-ാം തീയതി രാത്രി ഞാനൊരു സ്വപ്നം കാണുകയാണ്. എൻ്റെ കയ്യിലേക്ക് ഒരു അഡ്വൈസ് വരുന്നു. ഞാനത് എടുത്ത് എൻ്റെ ഹസ്ബൻഡിനോട് പറയാണ്, എനിക്ക് അഡ്വൈസ് വന്നു, എനിക്ക് മാതാവിനോട് പറയണം എന്ന് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. എന്നിട്ട് ഞാൻ അറിയുന്നില്ല ഈ അഡ്വൈസ് എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നില്ല. 25-ാം തീയതി വൈകുന്നേരം 6 മണി ആയപ്പോഴേക്കും എൻ്റെ ഈ PSCയിലെ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ കുട്ടികൾ മെസ്സേജ് ഇട്ടിരിക്കുന്നു, അഡ്വൈസ് 7 പേർക്ക് പോയിട്ടുണ്ട് എന്ന്. ഞാനത് ഓപ്പണാക്കി നോക്കുന്നു, 7-ാമത്തെ ആളായിട്ട് ഞാനുണ്ട്. എൻ്റെ അഡ്വൈസ് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആ സ്വപ്നം കാണിച്ചു തന്നത് എന്നുള്ളത്. പിന്നെ പലതവണ ഞാൻ മാതാവിനെ മേഘത്തിൽ, മാതാവ് ഉണ്ണിയേശുവിനെയും കൊണ്ടിരിക്കുന്ന ഒരു രൂപം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജോലി എന്ന് പറയുന്നത് അതെനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് വരും, ഞാൻ ജോയിൻ ചെയ്യും. എൻ്റെ കുറേ നാളത്തെ സ്വപ്നം എനിക്ക് മാതാവ് സാക്ഷീകരിച്ച് തരികയാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുത്തെ പത്രം വാങ്ങിച്ച് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ ഈ കാണുന്ന, അതായത് അത് വലിച്ചെറിയില്ല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ഞാൻ ആ പത്രം വിതരണം ചെയ്യും. പിന്നെ എന്നോട് ആരെങ്കിലും ആഹാരത്തിനോ അല്ലെങ്കിൽ ഭിക്ഷയ്ക്കോ ഒക്കെ ചോദിക്കുകയാണെങ്കിലും എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കൊടുത്ത് സഹായിക്കും. പിന്നെ ഒരു ശരണാലയത്തിലേക്ക് എല്ലാ മാസവും എന്നെക്കൊണ്ടാവുന്ന ഒരു ചെറിയ തുക ഞാൻ കൊടുക്കാറുണ്ട്. അത് ഇതുവരെയും മുടക്കം വന്നിട്ടില്ല. എന്നെക്കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഞാനത് ശ്രമിക്കുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനകൾ, 5:30-ക്കുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ഞാൻ ഒരു ദിവസം പോലും മുടക്കാറില്ല, ഞാനത് പ്രാർത്ഥിക്കും. പിന്നീട് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം അത് ഞാൻ കൂടും, ഷെയർ ചെയ്യും. എൻ്റെ മോള് അവൾ 9 വയസ്സായി. എല്ലാ ദിവസവും എന്നോടൊപ്പം ജപമാലയ്ക്ക് എൻ്റെ മോളിരിക്കും. അവൾക്ക് പ്രാർത്ഥനകളെല്ലാം അറിയാം. എൻ്റെ മോളും ഞാനും കൂടിയാണ് ജപമാല ചൊല്ലുന്നത്. അതിൽ ഞങ്ങൾ ഇതുവരെയും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. 6 മണിയാവുമ്പോൾ എന്നോട് മോള് പറയും, അമ്മേ നമുക്ക് ജപമാല ചൊല്ലണ്ടേ എന്ന് ചോദിച്ചിട്ട് മോള് തന്നെയാണ് ഇങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷവും സമാധാനവും എൻ്റെ അമ്മ ഇന്ന് എനിക്ക് തരുന്നുണ്ട്. ഒരുപാട് നാളുകളായിട്ട് പലവിധ കാരണങ്ങളാൽ മാനസികമായി ഒരുപാട് വേദനകൾ അനുഭവിച്ചിരുന്നു. സമാധാനം ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഉടമ്പടിയിലായ ഈ 1 വർഷത്തോളമായിട്ട് ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇപ്പോഴാണ് ഞാൻ ജീവിതം എന്താണ് എന്നെ അറിയുന്നത്. എൻ്റെ അമ്മ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്ന് ഉടമ്പടി എടുത്തതെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് 11 പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ 4 പേരിന്ന് ഉടമ്പടി പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് കഴിയാവുന്നിടത്തോളം എല്ലാവരോടും ഞാൻ എൻ്റെ അമ്മ മാതാവിനെ കുറിച്ച് പറയാറുണ്ട്. പേര് നേഹ, ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് 2025 ഏപ്രിൽ 26-നാണ്. എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പിതാവും പുത്രനും പരിശുദ്ധമായ സത്യേക ദൈവത്തിനും പരിശുദ്ധ അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു.
ഞാനിന്നിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ IELTS പഠിക്കാൻ വേണ്ടിയിട്ട് +2 കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചായിരുന്നു. എനിക്ക് ന്യൂസിലൻഡിൽ പോയിട്ട് BSW പഠിക്കാനായിരുന്നു ആഗ്രഹം. ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് എൻ്റെ ഫാമിലിയിൽ കുറച്ച് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം അവരൊക്കെ സാക്ഷ്യം കേൾക്കുന്നതിൽ കൂടെ ഒക്കെ കേട്ടാണ് ഞാൻ അമ്മ മാതാവിനെ പറ്റിയും ഒക്കെ കൃപാസനത്തെ പറ്റിയൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഞാൻ IELTS പഠിക്കുന്ന സമയത്ത് എല്ലാ ഫ്രൈഡേയ്സും ഞങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് റീഡിങ് മൊഡ്യൂളിൽ ഒരിക്കലും എനിക്ക് വേണ്ട സ്കോർ കിട്ടത്തില്ലായിരുന്നു. 6.5 ആണ് എനിക്ക് വേണ്ട സ്കോർ. പക്ഷേ എനിക്ക് എപ്പോഴും 4.5ഉം 4ഉം ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ബാക്കി മൊഡ്യൂൾസൊന്നും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് ആയപ്പോൾ ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ടും എനിക്ക് റീഡിങ് മൊഡ്യൂളിന് ഒരിക്കലും മാർക്ക് കൂടുന്നേ ഇല്ലായിരുന്നു. കാരണം ലാസ്റ്റായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത മോക്ക് ടെസ്റ്റിന് വരെ എനിക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്കോറാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. അത് കാരണം അതിൻ്റെ ബാക്കി മോഡ്യൂൾസിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 2 കാലത്ത് ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ഒപ്പും അതേപോലെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് എക്സാമിന് കയറിയത്. എല്ലാ എക്സാംസിനും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് കയറിക്കൊണ്ടിരുന്നത്. അപ്പം റീഡിങ് മൊഡ്യൂൾ എനിക്ക് കിട്ടിയ പേപ്പർ ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ റീഡിങ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് മാതാവ് ഈശോയും തന്നത്. ഏറ്റവും എളുപ്പമായിട്ട് എനിക്കത് എഴുതാൻ പറ്റി. എനിക്ക് ആൻസേഴ്സൊക്കെ വേഗം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ടൈം മാനേജ്മെൻറ്റ് എനിക്ക് എപ്പോഴും ഒരു ഇഷ്യൂ ആയിരുന്നു. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമായിട്ട് അവിടെ വന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ റീഡിങ്ങും ലിസ്ണിങ്ങും ഒരൊറ്റ ഷീറ്റിലാണ് നമ്മൾ 2 സൈഡിലായിട്ടാണ് എഴുതുന്നത്. അപ്പം അത് ഇൻവിജിലേറ്റേഴ്സ് എപ്പോഴും മാറിപ്പോവരുതെന്ന് പറയും. ഞാനത് ശ്രദ്ധിച്ച് തന്നെ എഴുതിയത്. പക്ഷേ ലാസ്റ്റ് കുറച്ച് ടൈമും കൂടെ ബാക്കിയുള്ളൂ. ആ സമയത്ത് എൻ്റെ അടുത്തൂടെ പോയ ഒരു ഇൻവിജിലേറ്റർ എന്നോട് പറഞ്ഞു, ഞാൻ എഴുതിയതിൽ ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് അത് എഴുതിയേക്കുന്നത് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു തരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയത്ത് എൻ്റെ ഈശോയും മാതാവും തന്നെയാണ് എന്നോട് സഹായിച്ചത്. ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. കാരണം അപ്പോൾ അത് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ എഴുതി മൊത്തം എനിക്ക് 2 മൊഡ്യൂൾസും ക്യാൻസലായി പോയേനെ. അങ്ങനെ ഉള്ള സമയത്ത് ഞാനത് വേഗം ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. അപ്പം ചെറിയൊരു കോൺഫിഡൻസ് പറഞ്ഞു. എഴുതിയിൽ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതേപോലെ റൈറ്റിംഗ് മൊഡ്യൂളിന് ഞാൻ നന്നായിട്ട് എഴുതിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ എനിക്കൊരു ഫസ്റ്റ് 50 മിനിറ്റ്സ് എനിക്കൊന്നും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുൾ ബ്ലാങ്ക് ഔട്ടായി പോയി. ഞാൻ പോയിൻറ്റ്സ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് 50 മിനിറ്റ്സ് അങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചപ്പം എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടായി. ഈ പോയ സമയം പോട്ടെ, ഇനിയുള്ള സമയത്ത് നീ പിടിച്ചു കയറാൻ നോക്കുന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ അതിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന പോയിൻറ്റ്സും കിട്ടിയതൊക്കെ വെച്ച് ഞാൻ എഴുതി. ഓവറോൾ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയതേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് 7th ഡേ റിസൾട്ട് വന്നു. ഞാൻ 7.5 എന്നൊരു സ്കോർ എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നിങ്ങനെ ഞാൻ വിചാരിച്ചായിരുന്നു. എൻ്റെ മമ്മി അതേ സ്കോർ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്ന ദിവസം എനിക്ക് ഒരിക്കലും കിട്ടാതിരുന്ന 4 കിട്ടിക്കൊണ്ടിരുന്ന 6.5 വേണ്ടിടത്ത് 4 കിട്ടിക്കൊണ്ടിരുന്ന റീഡിങ് മൊഡ്യൂളിൽ എനിക്ക് മാതാവ് ഈശോയും 8 സ്കോർ തന്നെ മാതാവ് അനുഗ്രഹിച്ചു. അതേപോലെ എനിക്ക് ഓവറോൾ 7.5 സ്കോറുമാണ് തന്നേക്കുന്നത്. അതിന് ഈശോയ്ക്ക് മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം എൻ്റെ വിസ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഓവറോൾ എൻ്റെ പ്രോസസ്സിങ്ങൊക്കെ ഭയങ്കര ഡിലേ ആയിരുന്നു. എനിക്ക് അഡ്മിഷൻ കിട്ടാനും ഓഫർ ലെറ്റർ വരാനും ലോൺ എടുക്കാനൊക്കെ ഒരുപാട് ഡിലേ ആയിരുന്നു. എൻ്റെ കോഴ്സ് February 3 തുടങ്ങായിരുന്നത്. ഞാൻ January 2 ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓൾറെഡി ലേറ്റ് ആയിരുന്നു. അപ്പം ആ സമയം ഫെബ്രുവരിയിൽ അപ്രൂവ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ജൂലൈയിലുള്ള ഇൻടേക്കിൽ പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ എൻ്റെ February 3 ക്ലാസ് കഴിയുന്ന ഡേറ്റും കഴിഞ്ഞു. മാർച്ചായിട്ടും എനിക്ക് വിസ വന്നിട്ടില്ല, ഒരു അപ്ഡേറ്റും എനിക്ക് വരുന്നില്ല. കൂടാതെ ഏജൻസിയിൽ നിന്ന് എൻ്റെ ആപ്ലിക്കേഷൻ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ വരാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, വിസ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അങ്ങനെ മാർച്ച് ആയപ്പം നോമ്പിൻ്റെ സമയത്ത് ഞാനും എൻ്റെ ആൻറ്റിയും കൂടെ ഒരു 10 ദിവസത്തേക്ക് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, 10ാം ദിവസം കഴിയുന്നതിന് എന്തായാലും ഒരു റിപ്ലൈ മാതാവ് തരുമെന്ന് ആൻറ്റി ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ മാർച്ച് 18-ാം തീയതിയുള്ള ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. കാരണം അത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും ചോദിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അന്ന് ഒരുപാട് ഞാൻ മാതാവിനോട് ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പം എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു. എൻ്റെ കണ്ടീഷണൽ വിസ എനിക്ക് അപ്രൂവ്ഡ് ആയിട്ടെന്ന് പറഞ്ഞ് കോൾ വന്നു. അപ്പം ആക്ച്വലി ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പക്ഷേ അതിനകത്ത് 2 കണ്ടീഷൻസാണ് അവർ പറഞ്ഞത്. പുതിയ ഓഫർ ലെറ്റർ സബ്മിറ്റ് ചെയ്യാനും അതേപോലെ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് പേ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പുതിയ ഓഫർ ലെറ്ററിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴാണ്, അത് കോളേജിൽ നിന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇനി എനിക്ക് ഈ വർഷം 2025 എനിക്ക് വേറൊരു ഇൻടേക്ക് ഇല്ല. ഒറ്റ ഇൻടേക്ക് എൻ്റെ BSW എന്ന കോഴ്സിന് ആ യൂണിവേഴ്സിറ്റിയിലുള്ളൂ.
അപ്പോൾ ഇനി എനിക്ക് നെക്സ്റ്റ് 2026 ഫെബ്രുവരി വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ഞാൻ ഒരു വർഷം തന്നെ ഓൾറെഡി പോയത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, പ്രോസസ്സിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഒരു വർഷം കൂടെ പോരുമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നെക്സ്റ്റ് ഡേ എനിക്ക് മാർച്ച് 19 എനിക്ക് കണ്ടീഷണൽ വിസ അപ്രൂവ് ആവുന്നത്. നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ സാധാരണ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം എണീക്കാറുണ്ട്. അപ്പം 4:30 ആയപ്പോൾ ഞാൻ തന്നെ എണീച്ചു. എൻ്റെ തലയുടെ സൈഡിൽ ഇങ്ങനെ ആരോ കൊട്ടുന്ന പോലെ ഇങ്ങനെ തോന്നി. ഞാൻ തന്നെ എണീച്ച് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഫോണിലൊരു കോൾ വന്നു. എൻ്റെ കസിൻസ് ന്യൂസിലൻഡിലുണ്ട്. അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ കരയണ്ട, ഒരു വർഷം നിനക്ക് കിട്ടിയത് ഭാഗ്യം തന്നെയാണ്, മാതാവ് തന്നതെന്ന് വിചാരിച്ചാൽ മതി. കാരണം ആ ഒരു 1 ഇയർ എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് തന്നേക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ എനിക്കത് മൂവ് ഓൺ ചെയ്യാനായിട്ട് എനിക്ക് ഹെൽപ്പായി. അങ്ങനെ നെക്സ്റ്റ് കടമെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് പേ ചെയ്ത് എൻ്റെ റിസീറ്റ് കൊടുക്കണമായിരുന്നു. അപ്പം 2026 ഇൻടേക്കിന് ബാങ്കിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഇൻടേക്കിന് അത്രയും നേരത്തെ അവർ ലോൺ എമൗണ്ട് വിത്ഡ്രോ ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പം ബ്രാഞ്ച് ഓഫീസിൽ നിന്നപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടെയിട്ട് കോഴിക്കോടുള്ള ഹെഡ് ഓഫീസിൽ പോകുന്ന വഴി മൊത്തം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം ഇനിയൊരു തടസ്സം കൂടെ വരല്ലേ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാനവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസർ ഭയങ്കര കൂളായിട്ടാണ് എന്നോട് സംസാരിച്ചത്. എൻ്റെ മോൻ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, മോൾ ടെൻഷൻ അടിക്കേണ്ട, ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ശരിയായി. അതിൻ്റെ പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്തു. അപ്പം എനിക്ക് ഇമിഗ്രേഷൻ മെയിൽ വന്നു, എൻ്റെ വിസ ഹോൾഡ് ചെയ്ത് വെക്കുവാണ്, ഇനിയും 2026 ഇൻടേക്കിൻ്റെ സമയമാകുമ്പോഴത്തേക്കും എനിക്ക് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏപ്രിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഇത്തിരി കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും എന്നെ മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 29 ഞാൻ പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. അപ്പം എൻ്റെ ഇനിയൊരു അപ്ഡേറ്റ് എൻ്റെ വിസേനെ പറ്റിയിട്ട് ഒരു നവംബർ അല്ലെങ്കിൽ പോകാനുള്ള സമയമാകുമ്പോഴത്തേക്ക് വരുമെന്നാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഓഗസ്റ്റ് 29 വന്ന അന്ന് രാവിലെ 6:45 തന്നെ എനിക്ക് മെയിൽ വന്നു. എൻ്റെ കണ്ടീഷണൽ വിസ, അടുത്ത ലിവിങ് എക്സ്പെൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അടുത്ത കണ്ടീഷണൽ വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് മാതാവ് ഈശോ എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നി, അവരുടെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള പോലെ എനിക്ക് തോന്നി. അത് ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് ഉടമ്പടി പുതുക്കി പോയത്. അങ്ങനെ നവംബർ 9 ശേഷം അവരെല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ലിവിങ് എക്സ്പെൻസിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. നവംബർ 12 ആയപ്പോൾ ഞങ്ങളതൊക്കെ അപ്ലോഡ് ചെയ്തു. ഒരു വീക്കിനുള്ളിൽ ഇനി എനിക്ക് ഫൈനൽ അപ്രൂവൽ കിട്ടുമെന്നാണ് ഏജൻസി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, ഇനി എനിക്കൊരു ഡിലേ തരരുത്, കാരണം ഞാൻ ഇപ്പോൾ 1.5 വർഷമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, ഇനി എനിക്കൊരു ഡിലേ തരരുത് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്തായാലും തരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ എനിക്ക് അറിയാവുന്ന ഒരു അച്ഛനെ കണ്ടപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഫൈനൽ സ്റ്റേജസിൽ കൂടെയാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ വിസ പ്രോസസ്സിംഗ് ഒക്കെ. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ കുർബാനയിൽ ഓർക്കാൻ മോളെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ സൺഡേ അച്ഛൻ കുർബാനയിൽ ഓർത്തു. ഞാൻ ഏറ്റവും ഭക്തിയോടെ ഞാൻ ആ കുർബാന സ്വീകരിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പം ഒരു തോന്നൽ തോന്നി, ഏജൻസിയിൽ ഒന്ന് വിളിച്ച് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഒരാഴ്ച ആവുന്നൊരു സമയമാണ്. അപ്പം ഞാൻ ചോദിച്ചു. അവരെന്നോട് പറഞ്ഞു 2 മണിയാകുമ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 മണിയായപ്പോൾ വിളിച്ചപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ വിസ ഫുള്ളി അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അത് സംഭവിച്ചത് നവംബർ 17 അങ്ങനെ നെക്സ്റ്റ് ഡേ എനിക്ക് അവർ ഡോക്യുമെൻ്റ് അയച്ചു തന്നു. അന്ന് ഉടമ്പടി ധ്യാനം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ആ ഡോക്യുമെൻ്റ് തുറന്നു. എനിക്ക് എൻ്റെ മെയിലായിട്ട് എൻ്റെ കയ്യിൽ കിട്ടി. ഇനി എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ഒരു 9th എന്നൊരു നമ്പറിലാണ്. കാരണം ഞാനിവിടെ വന്നത് ഓഗസ്റ്റ് 29 ഉടമ്പടി പുതുക്കാൻ വന്നു. ഫെബ്രുവരി 9 എൻ്റെ 2026 ക്ലാസ് തുടങ്ങുന്നത്. അതേപോലെ എനിക്ക് വിസയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് നവംബർ 9 ആയിരുന്നു. അതേപോലെ ഞാനിപ്പം ടിക്കറ്റ് എടുത്തേക്കുന്നതും ഡിസംബർ 29 വേണ്ടിയിട്ടാണ്. ഞാൻ ഡിസംബർ 29 ന്യൂസിലൻഡിന് പോവുകയാണ്. എനിക്ക് ആ ടിക്കറ്റ് എടുക്കുന്നതിലും ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവ് എന്തായാലും ഇടപെടണം, കാരണം എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു പൈസ ഇത്രയും എമൗണ്ട് ചിലവാക്കിപ്പിക്കരുതേ, മാതാവ് തന്നെ ടിക്കറ്റ് എടുത്തിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ എനിക്ക് മാതാവ് നല്ലൊരു റേറ്റിൽ തന്നെ ഡിസംബർ 29 മാതാവ് ടിക്കറ്റ് എടുത്ത് തന്നു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിന് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ പാലിയേറ്റീവ് കെയറിൽ പോകുമായിരുന്നു, ഹോം കെയറിന് പോകുമായിരുന്നു. അപ്പം അവിടെ ചെല്ലുന്ന വീട്ടുകളിലൊക്കെ ഞാൻ പ്രായമായവരൊക്കെ കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊരു നന്മ നിറഞ്ഞ് പറയുമ്പോൾ ചൊല്ലിയിട്ട് ഞാൻ ഇറങ്ങാറുള്ളൂ. അതേപോലെ പ്രേക്ഷിത പ്രവർത്തനം ആദ്യം ചെയ്യാൻ എനിക്ക് നല്ല മടിയായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അതൊരു നിയോഗമായിട്ട് വെച്ചു. അങ്ങനെ അത് പിന്നെ എനിക്ക് അത്തവണ നല്ലപോലെ ചെയ്യാൻ പറ്റി പ്രേക്ഷിത പ്രവർത്തനമൊക്കെ. പിന്നീട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഉടമ്പടിനെ പറ്റി ഒക്കെ പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കും. ഞാൻ നിത്യജീവനെ പറ്റി, എറ്റേണിറ്റിനെ പറ്റി ഞാൻ അത്യാവശ്യം കൺസേൺഡ് ആവാൻ, അതിനെപ്പറ്റി അവെയർ ആവാൻ തുടങ്ങിയത് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെയാണ്.
പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയ പിന്നെയാണ്. അതുവരെ ഞാൻ അതിനെപ്പറ്റി അത്ര ശ്രദ്ധിച്ചിരുന്ന ഒരാളേ അല്ല. അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ലൈഫ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അതിൻ്റെ ഒരു എയിം എന്താണെന്നൊക്കെ എനിക്ക് നല്ലപോലെ മനസ്സിലായി. ഒരു ആവറേജ് ക്രിസ്ത്യനായിട്ട് പള്ളിയിൽ പോയി സദാപോലെ പ്രാർത്ഥിക്കുന്നൊക്കെ നടന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പം എൻ്റെ സ്പിരിച്വൽ ലൈഫ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ ഒരു ജനറേഷനിൽ പെട്ട പിള്ളേർക്കൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര ഇതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അതിന് എൻ്റെ മാതാവ് ഈശോയും തിരഞ്ഞെടുത്തതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ആത്മീയമായിട്ട് ഞാൻ പള്ളിയിൽ ഇട ദിവസം കുർബാനയൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ പോകാനൊന്നുണ്ടായിരുന്നില്ല. ഞായറാഴ്ച മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഇട ദിവസം കുർബാന വെച്ചാലും എനിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ ജപമാല ഞാൻ അങ്ങനെ ചൊല്ലാറൊന്നും ഇല്ലായിരുന്നു, എനിക്കങ്ങനെ അറിയത്തില്ലായിരുന്നു. ജപമാല ചൊല്ലാൻ തുടങ്ങി. ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യവും ഞാൻ ഓരോരുത്തർക്ക് വേണ്ടി സമർപ്പിച്ച് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് തമ്പുരു, കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്, പുല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് രോഹൻ, മകൾ ഋത്വി. ഞാൻ 2023 ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. 2020 തൊട്ടേ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ പ്രാർത്ഥന തന്നെയാണ്. ഇപ്പം ഇന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഇത് 2ാമത്തെ സാക്ഷ്യമാണ് എൻ്റെത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നിയോഗത്തിൽ വെച്ച ഒരു കാര്യമല്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായൊരു സാഹചര്യത്തെ പറ്റിയിട്ടാണ്. ഹസ്ബൻഡ് ഒരു എഞ്ചിനീയറാണ്, 5 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. ആൾ അത്യാവശ്യം ലോയും കാര്യങ്ങളും എല്ലാം നോക്കി തന്നെ ജീവിക്കുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ ആഴ്ച ആൾ നാട്ടിലോട്ട് വരുന്ന 2 ദിവസം മുമ്പിട്ട് ഒരു പോലീസ് കേസിൽ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഞാനൊരു ലോയറാണ്, എനിക്കറിയാം ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി മാത്രമേ നമുക്ക്, ഒരുപാട് ലാഗായിരിക്കും. പ്രത്യേകിച്ച് ദുബായ് പോലത്തെ ഒരു കൺട്രിയിലൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് ലാഗായിരിക്കും. ഹിയറിംഗ് ഡേറ്റ് കിട്ടാനായാലും, ഓരോ ഹിയറിംഗ് ഡേറ്റ് കിട്ടാനായാലും, നമ്മൾ ഓരോ സബ്മിഷൻസ്, ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എല്ലാത്തിനും ഡേറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതും ഇത് നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് ശേഷം, ഒരാഴ്ച കഴിഞ്ഞിട്ട് ദുബായിൽ നാഷണൽ ഹോളിഡേയ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഒരാഴ്ച കൊണ്ട് ദൈവമേ എങ്ങനെ സംഭവിക്കും, എങ്ങനെ എല്ലാം ശരിയാവുന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അയാളൊരു ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ അന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രിങ്ക് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് പോലീസ് ഇങ്ങനെ പിടിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സിനെ അവരപ്പോൾ തന്നെ പറഞ്ഞു വിട്ടു. ആൾ ജസ്റ്റ് ഒന്ന് കമ്പനിക്ക് മാത്രം പോയതാണ്, പക്ഷേ ആളെ മാത്രം പിടിച്ചു. പിറ്റേന്നാണ് ഞാനത് അറിയുന്നത്. ആൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു കേസിലായിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലാണ്. അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും എൻ്റെ ലോയേഴ്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് എനിക്ക് ചെയ്യാമായിരുന്നു. നാട്ടിലായതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ അമ്മമാതനെ മുറുക്കി പിടിച്ചു, എനിക്കറിയില്ല എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ ഉടനെ ആൾ പറഞ്ഞു ഇങ്ങനെയാണ്, ഇന്ന് പോലീസ് സ്റ്റേഷനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആളുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം സൺഡേ ആണ് ആളെ പിടിക്കണത്. സൺഡേ നമുക്ക് ദുബായിൽ ഒന്നും വർക്കിംഗ് അല്ല. കോർട്ടായാലും പോലീസ് സ്റ്റേഷനായാലും ഒന്നും മൂവ് ചെയ്യത്തില്ല. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ ഒന്നും മൂവ് ആവത്തില്ലായിരുന്നു. ആ സമയത്ത് സൺഡേ ആൾ ഫുൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരുന്നു. പിറ്റേന്ന് തിങ്കളാഴ്ചയായി, കേസ് രജിസ്റ്റർ ആവുന്നില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, അത് കേസ് രജിസ്റ്റർ ആവാതെ എങ്ങനെയെങ്കിലും ഒന്നാളെ വിടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് കേസ് എന്തായാലും രജിസ്റ്റർ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. തിങ്കളാഴ്ച അങ്ങനെ പോയി. ചൊവ്വാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തു ചെയ്ത സമയത്ത് ആളുടെ കമ്പനിയിൽ നിന്ന് തന്നെ ബെയിൽ അപ്ലൈ ചെയ്തു. ബെയിലിന് അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ നോക്കിയപ്പം ബെയിലിൻ്റെ ഡേറ്റ് നിൽക്കുന്നത് ഈ നാഷണൽ ഹോളിഡേയ്സിന് ശേഷമാണ്, December 3 കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ബെയിൽ പോലും മൂവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ, എന്താ ചെയ്യേണ്ടത്? കാര്യം നാട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു. ഞങ്ങൾ ഉടമ്പടി പുതുക്കാനും സാക്ഷ്യം പറയാനും മറ്റ് നിയോഗങ്ങളിൽ സാക്ഷ്യം പറയാനും ഒക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആൾ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തിരുന്ന സമയത്താണ് ഇങ്ങനെ സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ബെയിലിൻ്റെ ഡേറ്റ് കിട്ടി. അപ്പം ഞാനും എൻ്റെ അമ്മയും ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കണം, മാതാവ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എനിക്കൊന്നും അറിയത്തില്ല. കാര്യം വിശ്വാസമുണ്ട്, എൻ്റെ അമ്മ മാതാവ് രക്ഷിക്കുന്ന എനിക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും, ആരായിരിക്കും ചെല്ലുന്നത് ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, തമ്പുരു നിനക്ക് മാതാവ് ബെയിലിൻ്റെ ഡേറ്റ് നീ നോക്കണ്ട, നിനക്ക് ചിലപ്പം ഹിയറിങ്ങിൻ്റെ ഡേറ്റും ജഡ്ജ്മെൻറ്റും പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു. പക്ഷെ ഞാനത് അമ്മ പറഞ്ഞപ്പോഴും ഞാൻ ഇത് വെറുതെ ആയിരിക്കും. കാര്യം എനിക്കറിയാം, ഒരു ലോയർ എന്ന നിലയിൽ എനിക്കറിയാം ഒരിക്കലും ഹിയറിംഗ് ഡേറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പിറ്റേന്ന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്, ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്ത് ചിലപ്പോൾ അടുത്ത ആഴ്ച ആയിരിക്കും നമുക്ക് ഡേറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ആയിരിക്കും ഡേറ്റ് കിട്ടുന്നത്. ഇത് എന്നാണോ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഹിയറിംഗ് ഡേറ്റ് കിട്ടി. ആളെന്നെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ തന്നെ എനിക്ക് വിളിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആളെന്നെ വിളിച്ച് പറഞ്ഞു നമ്മുടെ ഹിയറിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ജഡ്ജ്മെൻറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഒരുപാട് തടസ്സങ്ങളായിരുന്നു. പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല. കാര്യം ചെറിയൊരു ഫൈൻ വന്നു. അപ്പോഴും ജഡ്ജ്മെൻറ്റ് ലേറ്റായി. അപ്പം ജഡ്ജ്മെൻറ്റ് വന്നു എന്ന് അവിടെ കമ്പനി ത്രൂ അറിഞ്ഞപ്പോഴത്തേക്കും ജഡ്ജ്മെൻറ്റ് കണ്ടു. പക്ഷെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ട് എൻ്റെ കോപ്പി വന്നിട്ടില്ല. അപ്പോൾ കോപ്പി വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ആളുടെ ഒരു ഓഫീസിലെ ഒരു
ജസ്റ്റ് ഒരു ആൾ വഴിയിട്ട് പോലീസ് അന്വേഷിപ്പം പറഞ്ഞതാണ്, ജസ്റ്റ് ഒരു ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ കോപ്പിയോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ കോപ്പി കിട്ടിയില്ല, നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനോ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇതിനൊക്കെ മുമ്പിട്ട് ആളെ പിടിച്ചതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ മനസ്സ് അത്രത്തോളം വിഷമിരുന്ന സമയത്ത് ഞാൻ തിങ്കളാഴ്ച രാവിലെ ഞാനിങ്ങനെ യൂട്യൂബിൽ കയറി ഇവിടുത്തെ ധ്യാനം ഇവിടുത്തെ പ്രെയർ കൂടാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി. ഇപ്പം ജോമോൾ ടെസ്റ്റിൻ്റെ ഒരു പ്രെയർ ഇങ്ങനെ കണ്ടപ്പം അതിനകത്തൊരു വചനം എനിക്ക് കിട്ടി. പുറപ്പാട് 33:17, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്തു തരും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നന്നായി അറിയാം. അപ്പം ഈ വചനം വെച്ചിട്ടാണ് ഞാൻ ഫുൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഫുൾ എഴുതി ഞാൻ 100 വട്ടം ഇതിനെ എഴുതിയൊക്കെ ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ തേഴ്സ്ഡേ ആയപ്പം ഞാൻ ഈ വചനം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു, ഞാൻ എഴുതിയിട്ടു, ഈ സെയിം വചനം ഇട്ടു. ഞാൻ നോക്കി അപ്പം വെള്ളിയാഴ്ചയായി, ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ നാഷണൽ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൾക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ലെന്ന് ഒരു ഇതുമില്ല. ഞാൻ നോക്കി, ഞാൻ വെള്ളിയാഴ്ച രാവിലെ 5:30 ആയപ്പോൾ ഞാൻ പ്രയറിന് കയറി, ഞാനും അമ്മയും പ്രയറിന് കയറിയ സമയത്ത് ഞാൻ മനസ്സിലിങ്ങനെ ഉണ്ട്, ദൈവമേ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണേന്ന് എനിക്കിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ തരുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കറക്റ്റായിട്ട് ഈ വചനം തന്നെ ജോസഫ് അച്ഛൻ അന്ന് വെള്ളിയാഴ്ച രാവിലെ പറയുകയാണ്. ഈ കറക്റ്റ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ ഒരാഴ്ച കൊണ്ട് സിസ്റ്റർ പറഞ്ഞ ആ സെയിം വചനം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വചനം തന്നെ അച്ഛൻ 5:30 വെള്ളിയാഴ്ച രാവിലെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ആൾ ഇന്ന് തന്നെ ഇറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങൾ ജമാലെല്ലാം ചൊല്ലി, ബൈബിളെല്ലാം വായിച്ച് വചനം എല്ലാം ചൊല്ലി തന്നെ ഇരുന്നു. വെള്ളിയാഴ്ച എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എന്തുവാണെന്ന് ജഡ്ജ്മെൻറ്റ് കിട്ടിയോ, പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുമോ, പേയ്മെൻറ്റ് അടയ്ക്കാനൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. കാര്യം പേയ്മെൻറ്റ് വരുന്നില്ല, ഇതാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഫുൾ നെഗറ്റീവ് മാത്രമായിരുന്നു. എന്നെ അവിടുന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞു. അപ്പോഴും ഞാൻ എല്ലാവരോടും പറയും കുഴപ്പമില്ല, ദൈവം നോക്കിക്കോളും, മാതാവ് നോക്കിക്കോളും എന്ന് മാത്രം ഞാൻ പറഞ്ഞിരിക്കുമായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് മാതാവിൽ മാത്രം ഫുൾ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. വെള്ളിയാഴ്ച എനിക്കറിയില്ല എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ആൾ ഒരു 7:45 ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് അയച്ചു, ഇറങ്ങിയെന്ന് പറഞ്ഞയച്ചു. ദുബായിൽ ഒരു കാരണവശാലും ഒരാഴ്ചക്കുള്ളിൽ ഹിയറിംഗ് ഡേറ്റോ, പ്രത്യേകിച്ച് ഹോളിഡേയ്സുള്ള സമയത്ത് നെറ്റൊക്കെ സിസ്റ്റമൊക്കെ ഭയങ്കര ഡൗൺ ആണ്. ആ സമയത്ത് തന്നെ 1 വീക്കിനകം ഹിയറിംഗ് ഡേറ്റും ജഡ്ജ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് ആൾ കൃത്യമായിട്ട് ഇറങ്ങി. ഇപ്പം നാട്ടിൽ വന്നു. ഞങ്ങൾക്കിത് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും സംഭവിക്കുന്നു. മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു. ഇതിനിടയ്ക്ക് എനിക്ക് മെഴുകുതിരിയിലാണെങ്കിൽ ഞങ്ങൾക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞ് വരുന്ന ഹിസ്റ്ററി കാണിച്ചു, അത് തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ഭാഗ്യമായിരുന്നു. ഇത് തീർച്ചയായിട്ടും അമ്മയുടെ ഒരു വലിയ ഇടപെടലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും ഈ ഉടമ്പടി എടുത്തിട്ടാണ് ദുബായിലേക്ക് 3 മാസം തൊട്ട് പോയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ തൽക്കാലം ഇപ്പോൾ ഉടമ്പടി പുതുക്കുന്നില്ല, ഞാൻ ജനുവരി ആകുമ്പോൾ പുതുക്കിക്കോളാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ, ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. കാര്യം ഞാനങ്ങനെ ഒരാളെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് ഒരിക്കലും വേണ്ട, ആൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ എടുത്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ആ സമയത്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, ആൾ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, തമ്പുരു ഞാൻ ഉടമ്പടി പുതുക്കിക്കോളാം എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. എനിക്കെന്താ ഒരു ഭയങ്കര സന്തോഷമായി. കാര്യം ആൾക്ക് ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ ആണെങ്കിലും ആൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഉടമ്പടി പുതുക്കിക്കോളാം. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ആളെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാനുള്ള അമ്മയുടെ വലിയൊരു ഇടപെടൽ മാത്രമായിരുന്നു ഇത്. അല്ലെങ്കിൽ ആൾ ഈ സമയത്ത് എന്നോട് ഇന്ന് വരുമ്പം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വരുന്ന സമയത്തും ആൾ ഉടമ്പടി പുതുക്കില്ലായിരുന്നു. പക്ഷെ ഉടമ്പടി പുതുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. രണ്ടാമതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിയോഗത്തിൽ വെച്ചൊരു കാര്യമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണം എന്നുള്ളൊരു കാര്യം. ഒരു 1.5 വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഞങ്ങൾ അങ്ങനെ വേണ്ട അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ ഒരു 1.5 വർഷമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കുഞ്ഞുങ്ങൾ ഒന്നും ആയില്ല. ആ സമയത്ത് ഞങ്ങൾ ഹിന്ദുസാണ്. അപ്പം ഞാൻ 2020 തൊട്ട് ഞാൻ പൂർണ്ണമായിട്ട് അമ്മയിൽ തന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണ്. 2023 കല്യാണം. ആ സമയത്ത് ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവാൻ ലേറ്റ് ആകും എന്ന് കണ്ടു. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മേ ഞാൻ കഴിഞ്ഞ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ നിയോഗമാണ് ആദ്യമായിട്ട് ഞാൻ വെച്ചേക്കുന്നത്. അമ്മ എനിക്ക് ഈ പ്രാവശ്യം എന്താണെങ്കിലും എനിക്ക് കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, സെപ്റ്റംബർ 31 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിനപ്പം ഞാൻ 30 ഡേറ്റോട് പ്രാർത്ഥിച്ചത്. പക്ഷെ ഞാൻ അറിയുന്നത്, ഞാൻ നാട്ടിലേക്ക് വന്ന് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുന്ന ഒരു സമയത്ത്, കഴിഞ്ഞ വർഷം ജപമാലയുടെ റാലി 2024 ജപമാല റാലിയുടെ തൊട്ട് തലേ ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു. ഞാൻ അറിയുന്നു മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ അന്ന് പോസിറ്റീവായിട്ട് കണ്ടു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ആ സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ടായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. മാതാവ്
ഞങ്ങൾക്ക് ഉറപ്പായിട്ട് അമ്മയുടെ യേശുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെന്ന് കുഞ്ഞാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നീട് പറയാനുള്ളത്, ഞാൻ ലോയറാണ്. അപ്പം ഞാൻ ദുബായിലാണ് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ദുബായിലായിരുന്നു. അപ്പം ഞാൻ നാട്ടിലെ പ്രാക്ടീസ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ദുബായിലേക്ക് പോയത്. അപ്പം ഞാൻ ഇവിടെ കോർട്ടുമായിട്ടൊന്നും അങ്ങനെ വലിയ കണക്ഷനോ അല്ലെങ്കിൽ ഓഫീസായിട്ടൊന്നും വലിയ കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സബ്മിഷൻ ചെയ്യാനുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ സബ്മിഷന് വേണ്ടിയിട്ട് ഈ ഒക്ടോബർ മാസം കോടതി പോകുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു ക്ലർക്ക് എന്നോട് ചോദിക്കുകയാണ്, വക്കീൽ ഈ കാര്യം ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ചെയ്തില്ലെങ്കിൽ ഇനി നമുക്ക് നിങ്ങളെയൊക്കെ എടുത്ത് കളയും. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നാട്ടിൽ വർക്ക് ചെയ്യാതെ UK-യിലും കാനഡയിലും ദുബായിലൊക്കെ പോയി അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നവരെ ഈ പ്രാക്ടീസിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ബാർ കൗൺസിലിൻ്റെ ഒരു ഡിസിഷനാണിതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാര്യം എൻ്റെ മെസ്സേജൊക്കെ എൻ്റെ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ കാണുന്നില്ല. എൻ്റെ അമ്മാതാവ് ആ ഒക്ടോബർ മാസം ആ ദിവസം തന്നെ അവിടെ എത്തിച്ചു. ഞാൻ ആ ചേച്ചിയുടെ വായിന്ന് അറിയാൻ എനിക്ക് സാഹചര്യം ഉണ്ടായി. അപ്പോഴും എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനതെല്ലാം അമ്മമാതാവ് കറക്റ്റ് സമയത്ത് എന്നെ അത് അറിയിച്ചു, എനിക്കിത് ചെയ്യാൻ പറ്റി. അപ്പം COP എനിക്ക് അമ്മ തന്നെ വാങ്ങിച്ചു എന്ന കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കഴിയുമ്പം അങ്ങ് ഒന്നും അറിയാതെ ഞാൻ പിന്നെയും ദുബായിലേക്ക് പോവും, എന്നെ ഇവിടുന്ന് പ്രാക്ടീസിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. കാര്യം എൻ്റെ ഓഫീസിലെ ആൾക്കാർ വിചാരിച്ചു ഞാൻ തിരിച്ച് പ്രാക്ടീസിന് വരുന്നില്ല എന്നുള്ള കാര്യം. അപ്പം നമ്മൾ എന്തായാലും ദുബായിൽ തിരിച്ച് വരുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്തായാലും ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്തായാലും വേണം. അപ്പം അതും അമ്മ എന്നെ കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചു. ആരും പറഞ്ഞു കേട്ടോ ഒന്നും പോയതല്ല, അമ്മ തന്നെ എന്നെ അവിടെ പുഷ് ചെയ്ത് അവിടെ എത്തിച്ചു. അത് ആ ചേച്ചിയുടെ വായിന്ന് അറിയാൻ പറ്റി, എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടി. അത് അമ്മയുടെ വലിയൊരു ഇടപെടലായിരുന്നു. പിന്നെ ഡെലിവറി സമയത്ത്, പ്രഗ്നൻസി സമയത്ത് 5-ാം മാസം സെർവിക്സ് 2.4 ആയിട്ട് 5th മന്തിൽ കണ്ടു. അപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു, ആ സമയം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 5th മന്തിൽ പോയപ്പം സെർവിക്സ് 2.4 ആണ്. ഇപ്പോൾ 2.5 ആണ് നമുക്ക് മിനിമം വേണ്ടുന്നത്. എന്നാൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ഇടും. 2.4 ഒക്കെ ആകുമ്പോൾ സ്റ്റിച്ച് ഇടും, നമ്മൾ കിടക്കേണ്ടി വരും. ഇനി അങ്ങോട്ടുള്ള ഫുൾ മന്ത്സ് കിടക്കേണ്ടി വരും. അപ്പം ഞാൻ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു ടാബ്ലറ്റ് തരാം, ഇത് ഉള്ളിൽ വെച്ച് നോക്ക്, ചിലപ്പം നമുക്ക് ഓക്കെ ആകുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനിത് വെക്കത്തില്ല, ഞാൻ ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യത്തില്ല, എനിക്ക് പേടിയാണ് യൂസ് ചെയ്യാൻ. ഞാൻ അമ്മയുടെ ഉപ്പും തേനും തൈലവും മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. 3 days കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ഇതെന്താ, ഞാൻ 2 കാര്യമാണ് പ്രാർത്ഥിച്ചത്. മാതാവേ, എൻ്റെ സെർവിക്സ് ക്ലോസ്ഡ് ആയിരിക്കണേ, അതുപോലെ തന്നെ 3.something എനിക്ക് വരണേന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ആ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാണ്, എന്താ പ്രശ്നമൊന്നുമില്ലോ, സെർവിക്സ് ക്ലോസ്ഡ് ആണ്, അതുപോലെ തന്നെ 3.8 ഉണ്ടെന്ന് പറഞ്ഞു. അത് വലിയൊരു മിറക്കിളായിരുന്നു. കാര്യം 2.4 3.8 ആയിട്ട് 3 daysനകം മാറ്റി. ഇല്ലെങ്കിൽ എന്നെ ആ ഡോക്ടർ അപ്പം തന്നെ സ്റ്റിച്ച് ഇട്ടിട്ട് അവിടെ കിടത്തിയിട്ട് പിന്നെ അങ്ങനെ ഫുൾ നമ്മൾ ആ ഒരു പ്രഗ്നൻസിൽ ഫുൾ സ്റ്റിച്ചിട്ട് തന്നെ വീട്ടിൽ കിടക്കേണ്ടി വന്നേനെ. അതിൽ നിന്ന് അമ്മ മാതാവ് എന്നെ ഭയങ്കരമായിട്ടും രക്ഷപ്പെടുത്തി. ഞാൻ വലിയൊരു അനുഗ്രഹമായിരുന്നു. കാര്യം എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞു നടക്കത്തില്ല, കാര്യം എങ്ങനെയാണ് 2.4 എങ്ങനെയാണ് ഇത്രയും കൂടിയൊക്കെ ചെയ്യുന്നത് വെച്ചു. പക്ഷെ ഞാൻ ഉറച്ച് പ്രാർത്ഥിച്ചു, ഞാനും അമ്മയും ഉറച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3.8 ആയിട്ട് കൂട്ടി തന്നു. അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു സുഖപ്രസവം തരണേ, കാര്യം എനിക്ക് ഓപ്പറേഷൻ പേടിയാണ്, എനിക്ക് വേണ്ട, എനിക്ക് പ്രസവം തന്നെ മതിയെന്ന് ഞാൻ ഉറച്ച് പ്രാർത്ഥിച്ചു. 40 weeks എൻ്റെ ഡോക്ടർ ആണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു, എങ്ങനെയെങ്കിലും നോർമൽ ഡെലിവറി ആകാൻ വെയിറ്റ് ചെയ്തിരുന്നു. 40 weeks വരെ പോയി. 40 weeksൻ്റെ ലാസ്റ്റ് ഡേയുടെ തൊട്ട് തലേ ദിവസം എൻ്റെ കൂടെ ഒന്ന് എല്ലാവരും ഡെലിവറിയായി പോവുകയാണ്. ഞാൻ മാത്രം ഇങ്ങനെ കിടക്കുകയാണ്. പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ടും പെയിനും വരുന്നില്ല, ഒന്നും വരുന്നില്ല. സിസ്റ്റേഴ്സ് എല്ലാം ഒരുമാതിരി ചോദിക്കുകയാണ്, കുട്ടിയുടെ മാത്രം ഒന്നും ആവണില്ലോ എന്നുള്ളത്. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, അമ്മയുടെ മകളായിരുന്നിട്ട് എന്നെ മാത്രം എന്താണ് ഇങ്ങനെ ഇട്ടേക്കണത്, എനിക്കൊന്നും പെയിനും വരുന്നില്ല, എൻ്റെ അടുത്തൊന്നും പറയണതുമില്ല, ഒന്നും ചെയ്യണമില്ല. അങ്ങനെ എൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം റൂമിൽ പൊയ്ക്കോളൂ, എന്നിട്ട് നമുക്ക് പിറ്റേന്ന് നോക്കാം, പിറ്റേന്ന് നമുക്ക് ഒന്നെങ്കിൽ നോർമലാണെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ഞാനൊന്ന് തലേന്ന് രാത്രി ആ ദിവസം അങ്ങ് റൂമിൽ പോയി, ഹോസ്പിറ്റലിൽ തന്നെ റൂമിൽ ചെന്ന് രാത്രി ഇത് ലേബർ പെയിൻ ആണോ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആ ഉറക്കത്തിൽ ഒരു മയക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മയക്കത്തിൽ എൻ്റെ എത്രയോ നേരം നീണ്ടു നിൽക്കേണ്ട ഡെലിവറി പെയിൻ, ആ ലേബർ പെയിൻ എനിക്ക് അങ്ങനെ കഴിഞ്ഞ് കിട്ടി. ജസ്റ്റ് 1.5 hour ഞാൻ എന്താണോ പ്രാർത്ഥിച്ചെന്ന് പറയും, അത് എനിക്ക് ഓടിപ്പോയിട്ട് പ്രസവിക്കണം, എനിക്ക് അങ്ങനെ ഒരുപാട് വേദന അനുഭവിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാനൊരു 1.5 hour ഒരു ലേബർ മാത്രമേ എനിക്ക് ആ ഓപ്പറേഷൻ ലേബർ റൂമിൽ
ഇരിക്കേണ്ടി വന്നുള്ളൂ. കാര്യം 1.5 മണിക്കൂറിനകം തന്നെ വളരെ സെർവിക്സ് ഓപ്പണേ അല്ലായിരുന്ന എൻ്റെ അവർ പെട്ടെന്ന് തന്നെ 4 സെൻറ്റിമീറ്റർ ആയി 6 സെൻറ്റിമീറ്റർ ആയി അങ്ങനെ വേഗം തന്നെ ഡെലിവറി ചെയ്യാൻ 1.5 ഹവറിനുള്ളിൽ തന്നെ എനിക്ക് ഒത്തിരി പെയിനും തരാതെ തന്നെ അമ്മ മാതാവ് എനിക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞിന് തന്ന് അനുഗ്രഹിച്ചു. അതും വലിയൊരു മിറക്കിളാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ സാലറി ഇൻക്രിമെൻറ്റിൻ്റെ കാര്യമാണ്, അത് ആൾ തന്നെ പറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ദുബൈയിൽ വർക്ക് ചെയ്യുകയാണ്, എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു 2.5 കൊല്ലത്തിന് മുന്നേ ഒരു ജോലി കിട്ടിയിരുന്നു. അത് ചെറിയ സാലറിയിലായിരുന്നു. ഞാൻ കഴിഞ്ഞ 3 മാസത്തിന് മുന്നേ ഇവിടെ വന്നിട്ടൊരു ഉടമ്പടി എടുത്തിരുന്നു. അതിനകത്തിൽ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ സാലറിയെ പറ്റിയിട്ടായിരുന്നു. അതിനകത്തിൽ ഞാൻ എന്തെഴുതിയോ അതേ സെയിം വാല്യൂ തന്നെ എനിക്ക് സാലറി ഇൻക്രിമെൻറ്റ് വന്നപ്പോൾ ഏകദേശം 50% എൻ്റെ സാലറി കൂട്ടി. അതും ഈ ജോലി കിട്ടിയതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യപ്പെടുത്തിയതാണ്. അമ്മമാത കൊടുത്ത ജോലിയാണ് ഞങ്ങൾക്ക്. കാരണം ആൾക്ക് ദുബായ് പോയ സമയത്ത് ആദ്യം ഒന്നും ജോലി ഉണ്ട്, പക്ഷെ സാലറി ഭയങ്കര കുറവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ മാതാവ് കൊടുത്ത ഈ ജോലിയിലാണ് ഇത്രയും ഇപ്പം സാലറി കൂടി കിട്ടിയത്. അതും അമ്മമാതിൻ്റെ വലിയൊരു ഇടപെടലാണ്. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ പറ്റി. ഇപ്പോൾ ബൈബിളൊക്കെ ഒരുപാട് വായിക്കണം, ഒരുപാട് സമയം കണ്ടെത്തി വായിക്കാൻ തുടങ്ങി. ജപമാലയാണെങ്കിലും ഒരു ജപമാലയെങ്കിലും ഒരു ദിവസം ചൊല്ലാൻ മാക്സിമം മിനിമം ഒരു ജപമാലയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. ഒക്ടോബർ മാസം എത്രത്തോളം ജപമാല ചൊല്ലിയെന്ന് എനിക്കറിയില്ല, അത്രത്തോളം ജപമാല അർപ്പിക്കാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്ന പത്രം ഇവിടുന്ന് ഞങ്ങൾ 5 കെട്ട് പത്രമോ 6 കെട്ട് പത്രമോ ഒക്കെ വാങ്ങിച്ചിട്ട് പോവും. ഞാൻ ഓരോ പത്രത്തിനകത്തും തൈലം പൂശി വചനങ്ങൾ എഴുതിയാണ് ഞാൻ ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയാണ്. അമ്മമാതാവിൻ്റെ മകള എന്നും ജീവിക്കണമൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ഒരു വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ ടെൻഷനേ ഇല്ല. കാരണം ഇവിടെ ആരോ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ടെൻഷനുണ്ട്, വലിയ വലിയ കാര്യം വരുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. കാര്യം എനിക്ക് ഉറപ്പാണ് അമ്മമാതാവ് എങ്ങനെയെങ്കിലും അത് ഇടപെട്ട് എനിക്കിത് ശരിയാക്കി തരും എന്നുള്ളത്. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മമാതാവിന് തിരുക്കുമാരൻ ഒരു നന്ദി പറയാം.